എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കരേറ്റയിലെ ബ്രൗസർ നാവിഗേഷൻ മെത്തേഡ്സ് ആയ ബാക്ക്, ഫോർവേഡ്, റിഫ്രഷ്, റീലോഡ് എന്നിവയെക്കുറിച്ചാണ്. ഞാൻ ആദ്യം ഈ ഡെമോയിൽ കാണിക്കാൻ പോകുന്ന യൂസ് കേസ് മാനുവലി എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ ബ്രൗസർ വിൻഡോ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്രോം ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ വിൻഡോയിൽ ആദ്യമേ ഞാൻ ദ ഇൻ്റർനെറ്റ് ഹിറോക്കു app.com എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുവാണ്. ഇത് ക്രോമിൽ ഓപ്പൺ ചെയ്ത ശേഷം ഞാൻ മാക്സിമൈസ് ചെയ്യും. അത് കഴിഞ്ഞ് ഈ വെബ്സൈറ്റിൻ്റെ ടൈറ്റിൽ പ്രിൻറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഓരോ ആക്ഷൻ ഇടയ്ക്ക് ഞാൻ 2 സെക്കൻഡ് ഡിലേ കൊടുക്കുന്നുണ്ട്. സെയിം വിൻഡോയിൽ തന്നെ ടൈറ്റിൽ പ്രിൻറ്റ് ചെയ്ത ശേഷം അടുത്ത URL ഓപ്പൺ ചെയ്യുവാണ്. ഈ URL ആണ് ഞാൻ ഓപ്പൺ ചെയ്യുന്നത്. സോഴ്സ് ഡെമോ എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നു സെയിം വിൻഡോയിൽ. അതിനുശേഷം ടൈറ്റിൽ പ്രിൻറ്റ് ചെയ്യുന്നു, ഡിലേ കൊടുക്കുന്നു. ഇനി വീണ്ടും ആദ്യം ഓപ്പൺ ചെയ്ത വെബ്സൈറ്റിലേക്ക് നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ബ്രൗസർ വിൻഡോയിലെ ബാക്ക് ബട്ടൺ പ്രസ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ടൈറ്റിൽ പ്രിൻറ്റ് ചെയ്യുന്നു, ഡിലേ കൊടുക്കുന്നു. വീണ്ടും ഫോർവേഡ് ബട്ടൺ പ്രസ് ചെയ്ത് വീണ്ടും സോഴ്സ് ഡെമോ എന്ന വെബ്സൈറ്റിൽ വന്ന ശേഷം ടൈറ്റിൽ പ്രിൻറ്റ് ചെയ്യുന്നു, ഡിലേ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് യൂസർ നെയിം എന്ന ടെക്സ്റ്റ് ബോക്സിൻ്റെ അകത്ത് ഞാൻ ഒരു ടെക്സ്റ്റ് എൻ്റർ ചെയ്യുന്നു. ടെക്സ്റ്റ് എൻ്റർ ചെയ്ത ശേഷം ഈ URL റിഫ്രഷ് ചെയ്യുന്നു. റിഫ്രഷ് ചെയ്യാൻ വേണ്ടി റിഫ്രഷ് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യുന്നു. അപ്പം നമ്മൾ എൻ്റർ ചെയ്ത ആ ടെക്സ്റ്റ് ക്ലിയർ ആവുന്നു. അത് കഴിഞ്ഞ് ഒരു ഡിലേ കൊടുത്തതിന് ശേഷം പാസ്വേഡ് എന്ന ഫീൽഡിനകത്ത് വീണ്ടും ഒരു ടെക്സ്റ്റ് എൻ്റർ ചെയ്ത ശേഷം ഈ URL റീലോഡ് ചെയ്യുന്നു. അപ്പോൾ റീലോഡ് ചെയ്യാൻ വേണ്ടി റീലോഡ് എന്നുള്ള മെത്തേഡ് കരേറ്റ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ബാക്കിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി ബാക്ക് എന്നൊരു മെത്തേഡും ഫോർവേഡിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി ഫോർവേഡ് എന്ന മെത്തേഡും കരേറ്റ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് കോഡ് നോക്കാം. ഞാൻ ഓൾറെഡി എക്ലിപ്സ് IDE ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. കരേറ്റ UI ഓട്ടോമേഷൻ എന്ന പ്രൊജക്റ്റിനുള്ളിൽ SRC ടെസ്റ്റ് ജാവ എന്ന സോഴ്സ് കോഡിനകത്ത് com.test എന്നൊരു പാക്കേജ് ഉണ്ട്. ഇതിൽ ഞാൻ ബ്രൗസർ നാവിഗേഷൻ മെത്തേഡ്സ് .feature എന്നൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫീച്ചറിൻ്റെ പേര്. സെനേരിയയ്ക്ക് ഇങ്ങനെയാണ് പേര് കൊടുത്തിരിക്കുന്നത്. ക്രോം ഓപ്പൺ ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഈ URL ഓപ്പൺ ചെയ്യുന്നു, മാക്സിമൈസ് ചെയ്യുന്നു, ടൈറ്റിൽ പ്രിൻറ്റ് ചെയ്യുന്നു, 2 സെക്കൻഡ് ഡിലേ കൊടുക്കുന്നു. അതേ വിൻഡോയിൽ തന്നെ സോഴ്സ് ഡെമോ എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നു, ടൈറ്റിൽ പ്രിൻറ്റ് ചെയ്യുന്നു, 2 സെക്കൻഡ് ഡിലേ കൊടുക്കുന്നു. അതിനുശേഷം ബ്രൗസർ വിൻഡോയിലെ ബാക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ബാക്ക് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യുന്നു. ടൈറ്റിൽ പ്രിൻറ്റ് ചെയ്യുന്നു, വീണ്ടും 2 സെക്കൻഡ് ഡിലേ കൊടുക്കുന്നു. അതിനുശേഷം ബ്രൗസർ വിൻഡോയിലെ ഫോർവേഡ് ബട്ടൺ പ്രസ് ചെയ്യാൻ വേണ്ടി ഫോർവേഡ് എന്ന മെത്തേഡ് കൊടുക്കുന്നു. ടൈറ്റിൽ പ്രിൻറ്റ് ചെയ്യുന്നു, വീണ്ടും ഡിലേ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ഇൻപുട്ട് ബോക്സ് യൂസർ നെയിം എന്ന ഇൻപുട്ട് ബോക്സിനകത്ത് സ്റ്റാൻഡേർഡ് യൂസ് എന്നുള്ള വാല്യൂ എൻ്റർ ചെയ്ത ശേഷം ഡിലേ കൊടുത്ത ശേഷം റിഫ്രഷ് എന്ന മെത്തേഡ് യൂസ് ചെയ്ത് ആ ഡേറ്റ ക്ലിയർ ചെയ്യുന്നു. 2 സെക്കൻഡ് ഡിലേ വീണ്ടും കൊടുക്കുന്നു. അതിനുശേഷം പാസ്വേഡ് എന്ന ഫീൽഡിൽ സീക്രട്ട് സോഴ്സ് എന്നുള്ള വാല്യൂ എൻ്റർ ചെയ്ത് 2 സെക്കൻഡ് ഡിലേ കൊടുത്തതിന് ശേഷം റീലോഡ് എന്ന മെത്തേഡ് യൂസ് ചെയ്ത് ആ URL റീലോഡ് ചെയ്യുന്നു. അപ്പം നമ്മൾ കൊടുത്ത പാസ്വേഡിൻ്റെ വാല്യൂ ക്ലിയർ ആവുന്നു. അതിനുശേഷം 2 സെക്കൻഡ് ഡിലേ കൊടുക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ മാനുവലി എക്സ്പ്ലെയിൻ ചെയ്ത കേസ് തന്നെ നമ്മൾ ഓട്ടോമേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഫീച്ചർ ഫയൽ ഞാൻ എക്സിക്യൂട്ട് ചെയ്യുവാണ്. അതിനുശേഷം റിപ്പോർട്ടിൽ നമുക്ക് ടൈറ്റിൽ എല്ലാം കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന് വെരിഫൈ ചെയ്യാം. ഞാൻ ഈ ഫീച്ചർ ഫയൽ റൺ ചെയ്യുവാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് സൂപ്പർ ഫീച്ചർ. ബ്രൗസർ വിൻഡോ ഓപ്പണായി. ക്രോമിൻ്റെ ഹിറോക്കു ആപ്പ് എന്ന വെബ്സൈറ്റ് ഓപ്പണായി, മാക്സിമൈസ് ആയി. അതിനുശേഷം സോഴ്സ് ഡെമോ എന്നുള്ള വെബ്സൈറ്റ് ഓപ്പണായി. വീണ്ടും ബാക്ക് പ്രസ് ചെയ്ത് ആദ്യത്തെ വെബ്സൈറ്റിലേക്ക് പോയി. ഫോർവേഡ് പ്രസ് ചെയ്ത് സോഴ്സ് ഡെമോ എന്ന വെബ്സൈറ്റിലേക്ക് വന്നു. സ്റ്റാൻഡേർഡ് യൂസർ എൻ്ററായി. റിഫ്രഷ് ചെയ്യുന്നു, ഡേറ്റ ക്ലിയർ ആവുന്നു. വീണ്ടും പാസ്വേഡ് എൻ്റർ ആവുന്നു, റീലോഡ് ചെയ്യുന്നു, ഡേറ്റ ക്ലിയർ ആവുന്നു, ക്ലോസ് ആവുന്നു. അപ്പോൾ ഇങ്ങനെയാണ് കരേറ്റയിലെ ബ്രൗസർ നാവിഗേഷൻ മെത്തേഡ്സ് ആയ ബാക്ക്, ഫോർവേഡ്, റിഫ്രഷ്, റീലോഡ് എന്നിവ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ റിപ്പോർട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ടൈറ്റിലെല്ലാം കറക്റ്റായിട്ട് പ്രിൻ്റ് ആയിട്ടുണ്ടോ നോക്കാം. ഞാൻ ബ്രൗസർ വിൻഡോയിൽ റിപ്പോർട്ട് ഓപ്പൺ ചെയ്യുവാണ്. റിപ്പോർട്ട് ഗ്രീൻ കളറിലാണ് വന്നിരിക്കുന്നത്. എല്ലാം കറക്റ്റായിട്ട് വർക്ക് ആകുന്നുണ്ട്. ഇവിടെ ഫസ്റ്റ് ടൈം ടൈറ്റിൽ ദ ഇൻ്റർനെറ്റ് എന്നുള്ളത് കറക്റ്റായിട്ട് വന്നു. അതിനുശേഷം നമ്മൾ സോഴ്സ് ഡെമോ എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തു. അതിൻ്റെ ടൈറ്റിൽ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ബാക്ക് ബട്ടൺ യൂസ് ചെയ്തു. ബാക്ക് ബട്ടൺ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇൻ്റർനെറ്റ് ഹിറോക്കു ആപ്പ് എന്ന വെബ്സൈറ്റിലേക്ക് നാവിഗേറ്റ് ആയി. അപ്പോൾ ടൈറ്റിൽ പ്രിൻറ്റ് ചെയ്തു. അപ്പോൾ ദ ഇൻ്റർനെറ്റ് എന്നുള്ളത് കറക്റ്റായിട്ട് വന്നു. വീണ്ടും ഫോർവേഡ് ബട്ടൺ യൂസ് ചെയ്ത് വീണ്ടും സോഴ്സ് ഡെമോ എന്ന വെബ്സൈറ്റിലേക്ക് പോയി. ടൈറ്റിൽ കറക്റ്റായിട്ട് പ്രിൻറ്റ് ചെയ്തു. അതിനുശേഷം സ്റ്റാൻഡേർഡ് യൂസർ എന്ന ടെക്സ്റ്റ് യൂസർ നെയിം എന്ന ഫീൽഡ് എൻ്റർ ചെയ്യുന്നു.
റിഫ്രഷ് ചെയ്യുന്നു, ഡേറ്റ ക്ലിയർ ആവുന്നു. അത് കഴിഞ്ഞ് സീക്രട്ട് സോഴ്സ് എന്ന പോലെ പാസ്വേഡ് ഇൻപുട്ട് ബോക്സിൽ എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം റീലോഡ് എന്ന മെത്തേഡ് യൂസ് ചെയ്ത് ആ ഡേറ്റ ക്ലിയർ ചെയ്യുന്നു. അപ്പം ഇങ്ങനെയാണ് കരാട്ടയിലെ ബ്രൗസർ നാവിഗേഷൻ മെത്തേഡ്സ് ആയ ബാക്ക്, ഫോർവേഡ്, റിഫ്രഷ്, റീലോഡ് എന്നിവ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സ് ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.